ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം അകത്തുപെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലും പ്രഭാത മന്നയിലൂടെ ദൈവിക വാഗ്ദത്തങ്ങളും ദൈവവചനത്തിന്റെ അനുഗ്രഹവും പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. 31 സങ്കീർത്തനം 20 വാക്യം ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു. സങ്കീർത്തനം 31:20. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ആ അവസാനത്തെ പദം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ദൈവജനത്തെ ദൈവം മറച്ചു വയ്ക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ് സാന്നിധ്യമെന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയരെ, എപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്? അഥവാ എപ്പോഴാണ് നമുക്കൊരു മറവിടം ആവശ്യമായിരിക്കുന്നത്? ഞാൻ പറയാം, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, നിലനിൽപ്പിനെ തന്നെ ബാധിക്കത്തക്ക നിലയിൽ പ്രതിസന്ധികൾ തലപൊക്കുമ്പോൾ, നിവർന്ന് നെഞ്ചെടുപ്പോടെ നിൽക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത ഹൃദയത്തെ ഭരിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് മറവിടമായി ആവശ്യമായിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ജീവിത യാത്രയിൽ എവിടെയെങ്കിലും മുൻപോട്ട് പോകുവാൻ കഴിയാതെ അസ്വസ്ഥപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വചനം വിടുതലായി തീരട്ടെ. ദൈവജനത്തിന്റെ ജീവിതത്തിൽ കഷ്ടതയില്ല എന്നും പ്രതികൂലമില്ല എന്നും പ്രതിസന്ധിയില്ല എന്നും അല്ല വാക്യം പറയുന്നത്. പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ദൈവം തന്റെ ജനത്തെ തന്റെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കുവാനിടയായി തീരും. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഇന്ന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് നശിച്ചു പോകാതിരിക്കേണ്ടതിന് സർവശക്തനായ ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മെ മറയ്ക്കുകയും മൂടുകയും ചെയ്യുന്നത് അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. നമുക്കറിയാം, സാന്നിധ്യത്തിന്റെ മറവിൽ മാത്രമല്ല ദൈവം തന്റെ ജനത്തെ മറയ്ക്കുന്നത്. ഓരോ സമയവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ ഏതാണോ അതിനനുസരിച്ച് ദൈവം തന്റെ ജനത്തെ മറയ്ക്കുവാൻ ഇടയായിത്തീരും. 27 സങ്കീർത്തനം 5 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ. എത്ര അർത്ഥവത്തായ പദമാണ്! പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അനർത്ഥങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കൂടെയുള്ളവരും വീട്ടുകാരും നാട്ടുകാരും സ്നേഹിച്ചവരും ഒക്കെ ഒറ്റപ്പെടുത്തി മാറിക്കടന്നു പോകുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരുമ്പോൾ, അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. പ്രിയരെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ദൈവം തന്റെ ജനത്തെ ഒളിച്ചു വയ്ക്കുവാൻ, മറച്ചു വയ്ക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞത്, നല്ല സ്നേഹിതരുണ്ടെങ്കിൽ കൂടി പ്രതിസന്ധികളോ വലിയ പ്രശ്നങ്ങളോ ജീവിതത്തിൽ വരുമ്പോൾ അവരൊന്നും അവരുടെ ഭവനങ്ങളിൽ കയറ്റി പാർപ്പിക്കാതെ കൈമലർത്തി അനാഥരായി പറഞ്ഞു വിടുമ്പോൾ ഈ വാക്യം എഴുതിയിരിക്കുകയാണ്, സാന്നിധ്യം കൊണ്ട് മറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാരംഭിക്കട്ടെ. ആമേൻ. സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കുന്ന ദൈവം എപ്പോഴാ? എല്ലാം നന്നായിട്ട് നടക്കുമ്പോഴല്ല, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ, നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ,
വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തന്റെ ജനത്തെ തന്റെ സാന്നിധ്യത്തിനകത്ത് മറയ്ക്കുമെന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 2 വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവനെന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വച്ചു. ദൈവവേദനെ മറച്ചു വയ്ക്കുന്ന, ഒളിപ്പിച്ചു വയ്ക്കുന്ന രണ്ടാമത്തെ ഇടത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ കൈയുടെ നിഴലിൽ ഒളിപ്പിച്ചു വയ്ക്കും എന്ന് പറഞ്ഞാൽ കൈക്കീഴിൽ ചേർത്ത് വയ്ക്കുമെന്ന്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ഉണ്ടോ? ലോകം മുഴുവനും കൈവിട്ട് പോയാലും നിശ്ചയമായിട്ടും ദൈവവേദന മറഞ്ഞിരിക്കുവാൻ ഒരു കരമുണ്ട്. അത് ബലവും അധികാരവുമുള്ള ദൈവത്തിന്റെ കരമാണ്. ഒന്ന് ഞാൻ പറഞ്ഞത്, ദൈവം തന്റെ ജനത്തെ സാന്നിധ്യത്തിന്റെ കീഴിൽ മറച്ചു വയ്ക്കും. 2, തന്റെ കൈയുടെ കീഴിൽ നമ്മെ മറച്ചു വയ്ക്കുന്ന ദൈവം. ബലവാനായ ദൈവത്തിന്റെ കൈ കീഴിൽ നാം താണിരിക്കുമ്പോൾ ആ ബലമുള്ള കരത്തെ തകർത്ത് നമ്മെ തൊടുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ നല്ല പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധയാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. ബലമുള്ള കരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും. ദൈവം ഓരോരുത്തരെയും മറയ്ക്കുന്നതുകൊണ്ട് നന്ദി. ശത്രു കാണാതിരിക്കട്ടെ, ശത്രുവിന്റെ ഇഷ്ടങ്ങൾ നടക്കാതിരിക്കട്ടെ, ദൈവഹിതങ്ങൾ വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.